നമ്മളിവിടെ വന്നിപ്പം ഈ ഹിറ്റാച്ചി വന്നതുകൊണ്ടാണ് ഇത് ഇത്രയും പെട്ടെന്ന് ഈ ഒരു മൃതദേഹം കൂടി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടായത്. അല്ലെങ്കിൽ ഇത് ഇത്രയും തടി മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയുള്ളായിരുന്നു. ഇപ്പോഴത്തെ സജിയുടെ ക്യാമറയിൽ നമുക്ക് കാണാം, അവർ സന്നദ്ധ രക്ഷാപ്രവർത്തകർ എല്ലാം തന്നെ ചേർന്ന് മൃതദേഹങ്ങൾ പാക്ക് ചെയ്യുന്ന ബാഗിലേക്ക് അത് മാറ്റുകയാണ്. ഇവിടെ ഇപ്പോൾ 7 ഹിറ്റാച്ചികളാണ് എത്തിയത്. അതിൽ വീടുകൾ ചേർന്ന് എനിക്ക് തോന്നുന്നു ആ വീടുകളുടെ ആണെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു ഈ പുഴയിൽ നിന്ന് ഒഴുകി വരുന്ന ഇതെല്ലാം ഇവിടെ അടിഞ്ഞതാകാം. അങ്ങനെയെങ്കിൽ ഇവിടെ വളമാണ് പുഴയ്ക്ക്. അതെ, മുണ്ടക്കേ എന്നുള്ളതാകാം ഇത് ഒരു പക്ഷേ, അല്ലെങ്കിൽ ഈ ചുള്ളിമലയിലെ ആകാം. എന്താണ് നേരത്തെ പറഞ്ഞത്, ഈ ഉരുൾപൊട്ടലിന്റെ സൗണ്ട് കേട്ടിട്ട് പലരും വീടിന് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ ഈ അപ്പോഴത്തേക്കും കുത്തൊഴുക്ക് വന്ന് അങ്ങനെ പെട്ടിട്ടുണ്ട്. അങ്ങനെ പെട്ടവർ കൂടി ആകാം. ഇപ്പോൾ NDRFന്റെ സംഘം കൂടി ഇവിടെ വന്നു. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഒരു രക്ഷാ ദൗത്യത്തിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങളൊന്നും എത്തിയിട്ടില്ല. ഇപ്പോൾ NDRFുകാർ കൂടി വന്നിട്ടുണ്ട്. എല്ലാം സന്നദ്ധ സംഘടനകളാണ്, നാട്ടുകാരാണ്. അതെ അതെ, അവര് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഈ അധികൃതർ ഈ പോലീസൊക്കെ വാഹനങ്ങൾ തടയുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കേൾക്കുന്ന അധികൃതർ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു വലിയ ദുരന്തമാണ്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. ഒരുപാട് പേർ ഇതുവരെ മരിച്ചു കഴിഞ്ഞു. ഇനി ഒരുപക്ഷെ ജീവന്റെ തുടിപ്പുമായി ഈ കുന്നുകൂടിയ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും മനുഷ്യരുണ്ടാകാം. അത് തേടിയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ അലയുന്നത്. അപ്പോൾ സർക്കാർ സംവിധാനങ്ങളിലുള്ള വാഹനങ്ങൾ മാത്രം കടത്തിവിടുക എന്നുള്ളൊരു നടപടി ഇവിടെ ഈ മേപ്പാടിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് സന്നദ്ധ സംഘടനകൾ, ഇത്തരം രക്ഷാദൌത്യം നടത്താൻ കെൽപ്പുള്ള സന്നദ്ധ സംഘടനകൾ, അവർ അതിന്റെ സാധന സാമഗ്രികളുമായി ഒരു ലാഭേച്ഛയുമില്ലാതെ അവർ ഈ നാടിനു വേണ്ടി കൈകോർക്കാൻ വേണ്ടി അവരുടെ സഹോദരങ്ങളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അവരെ സഹായിക്കാൻ വേണ്ടി അത്രയേറെ വിശാലമായ മനസ്സുമായി ജാതി മത വ്യത്യാസമില്ലാതെ അവരിവിടേക്ക് വരുമ്പോൾ അവരെ തടയരുത്. അവർക്ക് കടന്നു വരാനുള്ള സൗകര്യം ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത് ഓമശ്ശേരിയിൽ നിന്നൊക്കെ എത്തിയ സന്നദ്ധ പ്രവർത്തകരുണ്ട്. അപ്പോൾ അവർക്ക് അതിദാരുണമായ ഒരു ദൃശ്യമാണ് എന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഒരു വെള്ളത്തുണിയിൽ അവരാ ശരീരം, കണ്ടെടുത്ത ശരീരം ഒരു വെള്ളത്തുണിയിൽ പുതപ്പിച്ച് ആ ബോഡി ഉൾപ്പെടുന്ന ഒരു അത് ഞാൻ അതിനിപ്പോ മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. ഇവിടെ ഒരു സന്നദ്ധ പ്രവർത്തകന് പരിക്കേറ്റിരിക്കുന്നു. അതിനിടയിൽ സംഭവിക്കുന്നതാണ്. അങ്ങനെ അപ്പോൾ ആ ബോഡിയും കൊണ്ടുവരുന്നുണ്ട്. കണ്ടെടുത്ത മൃതദേഹം ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ, അതാരാന്ന് പോലും അറിയാത്ത അവസ്ഥ. ആ മണ്ണിനടിയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി അവർ കണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം ഈ നാട്ടുകാരായ അല്ലെങ്കിൽ കോഴിക്കോട് നിന്നും വടകരയിൽ നിന്നുമൊക്കെ വന്ന സന്നദ്ധ പ്രവർത്തകരാണ്. അവരിപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ അവർ ഒരുപാട് സംവിധാനങ്ങളുമായിട്ടാണ് ഇവിടേക്ക് വന്നത്. പക്ഷെ അവരുടെ സംവിധാനങ്ങളൊക്കെയുള്ള വാഹനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പോലീസ് തടഞ്ഞിട്ടിരിക്കുന്നു. അപ്പോൾ ഇവർ ആവശ്യപ്പെടുന്നത് അത് കൂടി കടത്തിവിട്ടാൽ ഒരു പക്ഷേ എത്രയോ വേഗം ഇവിടെ രക്ഷാപ്രവർത്തനം സാധ്യമാകുമായിരുന്നു എന്നാണ്. ഇന്ന് രാവിലെ തൊട്ടവർ ഈ വളരെ കുറഞ്ഞ ആയുധങ്ങളുമായി മാത്രമാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇപ്പോൾ ഈ JCB ഒക്കെ വന്നപ്പോൾ കൂടുതൽ, അപ്പോൾ ഇപ്പോൾ തന്നെ 30 ശരീരങ്ങൾ ഇന്നലെയുമായി കിട്ടി. അപ്പോൾ ഇനി എന്തുമാത്രം ആൾക്കാർ ഈ മണ്ണിനടിയിൽ ഉണ്ടാകും, അല്ലേ മാഷ്? അതെ, കാരണം ഇതിനൊരു കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കണക്ക് പറയാൻ സാധ്യമാകില്ല. കാരണം അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ്. എങ്ങനെയായിരിക്കും, എത്ര പേര് ഇതിനകത്ത് പെട്ടിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയാനേ സാധിക്കില്ല. കാരണം ഒരു ഗ്രാമം മുഴുവൻ ഒലിച്ചു പോയിട്ടുണ്ട്. അതിനകത്ത് പലരും ഇവിടെ വന്ന് അടിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നു. ഇപ്പോൾ ആദ്യം മൃതദേഹം കിട്ടിയ സ്ഥലത്ത് തന്നെ വീണ്ടും പരിശോധന നടത്തുകയാണ്. അവിടെ ചെളിവെള്ളം നിറഞ്ഞ ഒരു പ്രദേശമാണ്. അവിടെ എവിടെയെങ്കിലും വീണ്ടും എന്തെങ്കിലും കണ്ടെത്താനാകുമോ എന്നുള്ള പരിശോധനയാണ് നടക്കുന്നത്. വീടിനോട് ചേർന്നുള്ള ഭാഗത്ത് വീണ്ടും പരിശോധന നടക്കുന്നു. വലിയ തടികൾ അത് ഇവിടേക്ക് ഒഴുകി എത്തിയിട്ടുണ്ട്. അത് മാറ്റുവാൻ വേണ്ടിയുള്ള നീക്കം നടത്തുന്നു. ശ്രമകരമായത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത് നേരം വൈകുന്നു. അതോടുകൂടി ഇരുട്ട് വീണാൽ രക്ഷാപ്രവർത്തനവും അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ അതിനുവേണ്ടി ഉള്ള മാർഷൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു വീടിനോട് പ്രവർത്തനം നടക്കുന്നത്. കാരണം അവിടെ നിന്ന്, ആ വീടിന്റെ മുറ്റത്ത് നിന്നാണ് ഇപ്പോൾ ഒരു കൂടുതൽ ശരീരങ്ങൾ അവിടെ ഉണ്ടോ, ആ വീട്ടിലുള്ള അംഗങ്ങൾ കൂടുതലായിട്ട് അവിടെ ഉണ്ടോ
എന്ന് പരിശോധിക്കുകയാണ്. കാരണം അതിനുള്ള സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ ഈ അവശിഷ്ടങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ അടുക്കളയിലുള്ള ഗ്യാസ് കുറ്റികളൊക്കെ ഉണ്ട്. പക്ഷെ അതിലേറെ നമ്മളുടെ ഉള്ളിൽ കൊളുത്തുന്നത്, ഉള്ളിൽ നിന്ന് നമുക്ക് പറഞ്ഞറിയിക്കാത്ത സങ്കടം വരുന്നത് ഈ കുഞ്ഞു കുട്ടികളുടെ അവരുപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഈ ചെളിയിൽ പൂണ്ട് കിടക്കുന്നത് കാണുമ്പോഴാണ്. ചെറിയ ചെരുപ്പ്, മാല, അതുപോലെ തന്നെ സ്കൂളിൽ അവരെ ചിത്രരചനയ്ക്കായി ഉപയോഗിക്കുന്ന പെയിന്റ്, ബ്രഷ്, അതുപോലെ കളർ പെൻസിൽ, അവരുപയോഗിച്ചിരുന്ന, അവർ ചായം പൂശിയ ചിത്രങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകരും വിങ്ങി പൊട്ടുകയാണ്. അതൊക്കെ കാണുമ്പോൾ നമുക്കും ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ, കാരണം നമ്മളൊക്കെ പിതാക്കന്മാരാണല്ലോ അല്ലേ മാഷ്? തീർച്ചയായിട്ടും. കാരണം ഞാൻ ഇതിന് മുകളിലൂടെ കയറി പോകുമ്പോൾ വേറെ ഒരാൾക്കും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചെളി നിറഞ്ഞതിനകത്തൂടെ കടന്നു പോകുമ്പോൾ 2 വട്ടം വീണു. അതിനിടെ ഞാൻ കണ്ട ഒരു കാഴ്ച ആണ് നേരത്തെ അനന്തം പറഞ്ഞത്. ചെറിയ ചെരുപ്പുകൾ, സ്ലേറ്റുകൾ, അങ്ങനെ നമുക്ക് നൊമ്പരമുണർത്തുന്ന ഒരുപാട് കാര്യങ്ങൾ. ഒരു വീടിനെ പൂർണ്ണമായിട്ടും എടുത്ത് തുടച്ചു നിൽക്കുക, മറ്റൊരു വീടിന് മുഴുവൻ കിണർ വരെ ചെളി നിറഞ്ഞ്, വീടിൻ്റെ 2ാം നില വരെ ചെളി നിറഞ്ഞ് കിടക്കുന്ന ഒരു കാഴ്ച അത്യന്തം ഭയാനകം. അതോടൊപ്പം തന്നെ ഏതൊരു മനുഷ്യനും തകർന്നു പോകുന്ന തരത്തിലുള്ള ദുഷ്കരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷ, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, അല്ലെങ്കിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, എന്തോ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നോ ഇത്. കാരണം മേപ്പാടിയും ചൂരൽമലയും ഒക്കെ നമ്മൾ മുൻപ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വയനാട്ടിൽ ജോലി ചെയ്തിട്ടുണ്ട് 5-6 വർഷം മുമ്പ്. ആ സമയത്തൊക്കെ നമ്മൾ വന്ന് സ്റ്റോറികൾ ചെയ്തൊക്കെ സ്ഥലങ്ങളാണ്. നല്ല തേയിലത്തോട്ടങ്ങൾ, ഒരു പക്ഷേ വിദേശ രാജ്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അതെല്ലാം പോയി. ഇപ്പോൾ പൊട്ടി ഒലിച്ച് എന്താ പറയുന്ന മനുഷ്യ ജീവനുകൾ എടുത്ത സംഹാരതാണ്ഡവം ആടിയ ഒരു പുഴ ഇപ്പോൾ ശാന്തമായി ഒഴുകുന്നു. അതിന്റെ കരയിൽ വൃക്ഷങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതിൽ പൂണ്ട് മനുഷ്യരുടെ അവശിഷ്ടങ്ങൾ. അപ്പോൾ അത്രയേറെ കലിപൂണ്ടാണ് ഈ പ്രകൃതി ഇവിടെ ഉറഞ്ഞു തുള്ളിയത് ആ ദിവസം. ഇപ്പോഴും ആ ഭീഷണികൾ മാറിയിട്ടില്ല. കാരണം മഴ ഇങ്ങനെ അടിക്കടി പെയ്യുകയാണ്. മഴ നിൽക്കുന്നു, വീണ്ടും ശക്തമായി പെയ്യുന്നു, ഇപ്പോഴും മഴ പെയ്യുന്നു. ഈ മഴ പെയ്യുമ്പോഴുള്ള ഭീഷണി, ഇതിന് ചുറ്റും കുന്നുകളാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ കുന്നിന്റെ ഭാഗങ്ങളിലൊക്കെ ഇപ്പം മണ്ണിന് കട്ടി കുറഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങൾ നേരത്തെ വരുമ്പോൾ തന്നെ ഇപ്പോഴും ഈ വശങ്ങൾ, പുഴയുടെ വശങ്ങൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ ചെറിയ പ്രക്രിയയാണെങ്കിലും അത് എപ്പോഴാണിത് മുഴുവൻ, ആ വശത്തുള്ള മണ്ണ് മുഴുവൻ അങ്ങോട്ട് പുഴയിലേക്ക് വീണു പോവുക എന്നറിയില്ല. പിന്നെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇതെല്ലാം പുഴയുടെ തീരത്താണ്. പുഴ ഇതിലേക്കൂടെ കയറി ഒഴുകിയതാണ്. അപ്പോൾ ഇനി മുകളിൽ കൂടുതൽ മഴവെള്ളമോ മലവെള്ളപ്പാച്ചിലോ ഉണ്ടായാൽ നമുക്കൊന്നും ഒരു മുന്നറിയിപ്പും കിട്ടില്ല. കാരണം അത്ര വേഗം അത് ഇവിടേക്ക് പാഞ്ഞെത്തുകയും നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ മൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെയാണ് രക്ഷാപ്രവർത്തകർ അത്തരം മഴയുടെ അതിനനുസരിച്ച് മുന്നറിയിപ്പുകൾ ഈ രക്ഷാപ്രവർത്തകർ ഇവിടെ നൽകുന്നുണ്ട്. കുറച്ചുകൂടി ഇപ്പോൾ ഈ യന്ത്രങ്ങൾ എത്തിയപ്പോൾ കുറച്ചുകൂടി ഇവിടെ കുറച്ചുകൂടി വേഗതയിലായിട്ടുണ്ട് അല്ലേ ചേട്ടാ? വേഗതയിലായി. ഞങ്ങൾ ചെമ്പോത്ര എന്നാണ് വരുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പം ചേട്ടാ നേരത്തെ ഉള്ളതിലും കുറച്ചുകൂടെ വേഗതയായി. നിങ്ങൾ മാതൃഭൂമി വന്നതിന് ശേഷമാണ് ഇവിടെ സ്പീഡായത്. രാവിലെ ഇന്നലെയും ഇവിടെ ആരും ഉണ്ടായിട്ടില്ല. ഇവിടെ ഇന്നലെ മാത്രം 24-25 ബോഡിയോളം ഇന്നലെ കിട്ടി. ഇന്നിപ്പോൾ 8 ബോഡിയോളം കിട്ടിയില്ലേ. ഇതുവരെ ഇവിടെ ഒരു അനക്കമില്ലായിരുന്നു. ഇപ്പോഴാണ് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ ആൾക്കാർ വന്നു തുടങ്ങിയത്. എല്ലാ ആൾക്കാരും ഇവിടെ റെസ്ക്യൂവിന്റെ എല്ലാ ടീമും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഇന്നാണ് ഇവിടെ സ്ഥലത്ത്. ഒരുപാട് വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ. ഒരുപാട് വീടുണ്ടെന്നല്ല, അവിടുന്ന് വെള്ളം മൊത്തം അടിച്ചിട്ട് ഈ സൈഡിലേക്ക് അടിച്ച് കയറിയതാണ്. അതിലാണ് ടൗണിലുള്ള ആൾക്കാരെല്ലാം കൂടെയാണ് മൊത്തം. ഇപ്പൊ തന്നെ 35 ബോഡിയുടെ മുകളിൽ കിട്ടി. ഇനിയും ഇതില് സംശയം 35. അങ്ങനെ ഒരു മൃതദേഹം കൂടി കണ്ടെത്തുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കുന്നത് പോലെ ആ ഹിറ്റാച്ചിയുടെ യന്ത്രം അത് ഇങ്ങനെ ആ മണ്ണിലേക്ക് ഊഴ്ന്നിറങ്ങി മാറ്റുമ്പോൾ എല്ലാവരും ഉത്കണ്ഠയോടുകൂടി നോക്കുകയാണ്. അതിനിടെ എവിടെയെങ്കിലും ഒരു മൃതദേഹം ഉണ്ടാകുമോ? കുഞ്ഞുങ്ങളുടെയൊക്കെ ഒരുപാട് ഉപകരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഈ മേഖലയിൽ ഒരുപാട് പെട്ടുപോയിരിക്കണം. കാരണം മുകളിൽ നിന്നും കുത്തി ഉരിച്ച് വരുന്ന വെള്ളമാണ്. അപ്പോൾ താഴ്ന്ന പ്രദേശത്ത് ഇതെല്ലാം വന്ന് അടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മാറ്റുക എന്നത് വലിയൊരു പ്രയാസമാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ ഈ പോത്തുകല്ല് മേഖലയിൽ നിന്നും മൃതദേഹങ്ങൾ എടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ചുമന്ന് എത്രയോ ദൂരം കടന്നു വേണം കൊണ്ടെത്താൻ എന്നുള്ളത്, നടന്നു വേണം. അത് രക്ഷാപ്രവർത്തകരാണ്, സന്നദ്ധ സംഘടനാ പ്രവർത്തകരൊക്കെ ചേർന്നാണ് ഈ പ്രവൃത്തികൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നത്.